ഹലോ ഗായ്സ്, ടീം ഓർഡിനറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് അത്രയ്ക്ക് വേണ്ടായിരുന്നു. നമുക്ക് സാധാരണ രീതിയിൽ മതി. എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു സൺസെറ്റ് കാണാൻ വേണ്ടി വന്നതാണ്. കഴിഞ്ഞ ദിവസം ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് വൈകി പോയത് കൊണ്ട് ആ ഒരു വൈബ് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതേ സ്ഥലത്ത് വീണ്ടും വന്നിരിക്കുകയാണ്. അതൊരു വ്ലോഗ് ചെയ്യാൻ പോവാണ്. നല്ലൊരു സ്ഥലമാണ്. ബാക്കി ഡീറ്റെയിൽസ് ബീച്ചിൽ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം. നമുക്കൊരിക്കലും മടുക്കാത്ത കുറച്ച് കാര്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കാര്യമാണ് സൺസെറ്റ്, സൺറൈസ്, ബീച്ച്, അതേപോലെ ഡ്രൈവ്, ഇങ്ങനെയൊക്കെ പറയുന്നത് ഫോറസ്റ്റ്. അതില് സൺസെറ്റ് ആണ് ഞാനിപ്പോൾ ഇന്ന് കാണാൻ വന്നിരിക്കുന്നത്. ഈ സ്ഥലം നിങ്ങൾ ഒരു വട്ടെങ്കിലും വന്നൊന്ന് കണ്ടു നോക്കുക. ചെറിയ ബീച്ചാണ്, ബീച്ച് ചെറുതല്ല, സ്ഥലം ചെറുതാണ്. ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് പൈൻ മരങ്ങൾ, ഫ്രണ്ടിൽ നല്ല അടിപൊളി ബീച്ച്. ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ വേണ്ടിയിട്ട് പതിയെ താഴുന്നുണ്ട്. ഞാൻ കുറച്ച് നേരത്തെ വന്ന് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ വൈബുകളെല്ലാം ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ലേറ്റായി പോയി. ലേറ്റ് ആയതുകൊണ്ട് തന്നെ സൂര്യൻ അങ്ങ് ഭംഗി അറ്റം എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കാണാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് ട്രൈപോഡും കാര്യങ്ങളും എല്ലാം എടുത്ത് സെറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു വീഡിയോ ആയിരിക്കും ഇതെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് വ്യൂ എന്ന് പറയുന്നത്. അയ്യോ, വള്ളത്തെ കൈതട്ടി വൈസ്. ആഹാ, ഇന്ന് കുറച്ച് ആള് കൂടുതലുണ്ടല്ലോ. അന്നൊന്നും ഇത്ര ആളുണ്ടായിരുന്നില്ല, പക്ഷെ ഇന്ന് നല്ല ആളുണ്ട് കേട്ടോ. നല്ല വെയിലടിച്ച് കയറുന്നുണ്ട്. ഈ സൈഡിലേക്ക് നോക്കാൻ പറ്റില്ല, കണ്ണടഞ്ഞു പോകുന്നു. ബാക്കിലേക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരു സൈഡ് ഫുള്ളും മരങ്ങളാണ്. ഞാൻ അന്നൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇവിടെ ആൾക്കാർ റെസ്റ്റ് എടുക്കുന്നുണ്ട്. എല്ലാവരും നെറ്റ് കെട്ടിയിട്ട് അതിലിങ്ങനെ ആസ്വദിക്കുകയാണ്. ഇവിടെ ഒരു വള്ളം കൊണ്ടിട്ടിട്ടുണ്ട്. ഇതാ കണ്ട, ഒരു കൂട്ടം പടകൾ കിടക്കണ കിടപ്പ് നോക്കി. ഇതെന്തല്ലേ? അയ്യോ, ഒന്നുമില്ല, ഉറങ്ങിക്കോ, ചാച്ചിക്കോ. ഗുഡ് നൈറ്റ്. ഇന്നത്തെ എൻ്റെ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ 3 ദിവസമായിട്ട് റൂമിൽ അടച്ചുപൂട്ടിയിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വാഗമണ്ണ് പോയി തണുപ്പ് ആസ്വദിച്ച എൻ്റെ സൈഡ് എഫക്റ്റ് ആയിരുന്നു. നല്ല പനിയും ജലദോഷം പിടിച്ചു. ഇപ്പോഴും സൗണ്ട് അടഞ്ഞിരിക്കുകയാണ്. പക്ഷെ മാക്സിമം സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ വൈബ് അല്ലെങ്കിൽ ഈ ഒരു വൈബെന്ന് എപ്പോഴും വായിലതേ വരുള്ളൂ. അതെങ്ങനെയാ? നല്ല വൈബുള്ള സ്ഥലത്തിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം തൊണ്ട ഏത് ലെവലിലേക്ക് പോകുമെന്നോ നാളെ എൻ്റെ സൗണ്ട് എത്രത്തോളം നിൽക്കുമെന്നോ ഒരു പിടിയും കിട്ടണില്ല. ഇന്ന് കാരണം 3 ദിവസം റെസ്റ്റ് എടുത്തതിൻ്റെയാണ് ഇത്രയെങ്കിലും സൗണ്ട് തിരിച്ചു കിട്ടിയത്. ഇനിയിപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. എളങ്കുന്നപ്പുഴയിൽ ബ്ലൂ വേവ് എന്ന് പറയുന്ന ഒരു ബീച്ചാണിത്. നമ്മുടെ വൈപ്പിൻ റൂട്ടാണ്. എന്നാലും ഞാൻ നേരത്തെ ഒരു ഫേസ്ബുക്ക് വീഡിയോയിൽ ഞാനിത് പറഞ്ഞിരുന്നു. ഈ ഒരു സ്ഥലത്ത് ഞാൻ വന്നിട്ട് എനിക്ക് ഒരുപാട് വൈബായിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്യും എന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പൊളി വൈബാണ് മാൻ. ഈ ഒരു മരങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ നടക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ്. പുറത്ത് വെയിലാണെങ്കിലും ഇതിനുള്ളിലൂടെ അധികം വെയിലുണ്ടാവില്ല. ഇത് ഫുള്ള് ഫ്രണ്ടിലോട്ട് മരങ്ങളാണ്. നല്ല രസമാണ്. കൊച്ചിയിലുള്ളവരെല്ലാം ഇങ്ങനെയുള്ള സ്ഥലം കണ്ടിട്ടുണ്ടാവും. പക്ഷേ കൊച്ചിയിലല്ലാത്തവരും മറ്റ് ഡിസ്ട്രിക്റ്റിലുള്ളവരൊന്നും ഇങ്ങനെയുള്ള സ്ഥലം കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ പത്തനംതിട്ടക്കാരനാണ്. എനിക്കിങ്ങനൊരു സ്ഥലം കാണുമ്പോൾ പ്രത്യേക വൈബാണ്. നമ്മുടെ സൂര്യൻ അസ്തമിക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വ്യൂ കണ്ടില്ലേ? പക്ഷെ ഇനി കുറേ സമയം കൂടെ എടുക്കും. നമ്മളൊരു ടൈം ലാപ്സ് സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്താവും അറിയില്ല. ടക്കറു ഹായ്. പേടിച്ചു പോണ. അയ്യോടാ, അതിന് കാല് വയ്യ. ഇങ്ങനെ ഒരു അറ്റം മുതൽ അങ്ങേ അറ്റം വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലം സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് കപ്പിൾസിന് ബെസ്റ്റ് ആയിരിക്കും തോന്നുന്നു. കാരണം നല്ല പീസ് ആൻഡ് കാം സ്ഥലമാണ്. ചുറ്റുപാട് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതുകൊണ്ട് കപ്പിൾസ് പ്രത്യേകം നോട്ട് ചെയ്യുക. അതേപോലെ ഫാമിലിക്കും ബെസ്റ്റാണ്. ഒരുപാട് ഫാമിലീസ് വരുന്നുണ്ട്. അതേപോലെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുന്നവർക്കും ബെസ്റ്റാണ്. കണ്ടില്ലേ? ഈ ഒരു മരങ്ങൾക്കിടയിലൂടെ ഏകദേശം അങ്ങേ അറ്റം വരെ എത്താറായി. അതായത് ഞാൻ പറഞ്ഞു, ഇതൊരു ചെറിയ ബീച്ചാണ്, പക്ഷേ നല്ല അടിപൊളി സ്ഥലമാണ്. എളംകുന്നപ്പുഴ ബ്ലൂ വേവ് ബീച്ച്. തിരിച്ചു നടക്കാണ്.
കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് എനിക്ക് കുറേ ദൂരം ഉണ്ട് കേട്ടോ, ചെറുതൊന്നും അല്ല ഇത് വലുതാണ്, വലിയ ബീച്ച് തന്നെയാ. അത്രയും നടന്നു കഴിഞ്ഞാൽ ഈ പനിയും വെച്ചിട്ടേ ഞാൻ ചത്തു. അപ്പം അതുകൊണ്ട് ഹെൽത്തും കൂടെ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ ചെറുക്കെ തിരിച്ചു കിടക്കുന്നു. ഈ ബീച്ച് വരുന്നവർക്ക് ചെരുപ്പും കാര്യങ്ങളൊന്നും വേണ്ടാന്ന് തോന്നുന്നു. എത്ര പേരുടെ ചെരുപ്പാണ് ഇവിടെ കിടക്കണത്, ഇത് എന്താ അല്ലേ? കണ്ടില്ലേ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ചെരുപ്പും കുറേ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റും കിടക്കുന്നത്. ഇങ്ങനെ കുറേ സ്ഥലങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വേസ്റ്റുകളൊന്നും നമ്മൾ പൊതു സ്ഥലങ്ങളിൽ ഇടാതിരിക്കുക എന്നുള്ളതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് മാത്രം ഉള്ളതല്ല, ഇനിയും വരും തലമുറകൾക്കൊക്കെ ഇത് ആസ്വദിക്കാനുള്ളതാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുകൂടെ ഉള്ളതാണ്. അപ്പം നമ്മളിത് ഇങ്ങനെ നശിപ്പിച്ച് തുടങ്ങി കഴിഞ്ഞാൽ എവിടെ ചെന്ന് നിൽക്കും? മാക്സിമം എൻ്റെ വീഡിയോ കാണുന്നവരെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്. ദയവ് ചെയ്ത് സ്ഥലം നശിപ്പിക്കാതിരിക്കുക. വരും തലമുറകളും ആസ്വദിക്കട്ടെ ഇങ്ങനെയുള്ള അടിപൊളി സ്ഥലങ്ങൾ. ബീച്ച്